മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം പഞ്ചായത്ത് 7-ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് ദുരിതാവസ്ഥ. ഈ ഭാഗത്തുകൂടെയാണ് മതിലകം ബൈപ്പാസ് കടന്നുപോകുന്നത്. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ 3 മാസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ്. വീടുകളുടെ വളപ്പിലും വഴിയിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാതായതോടെ 100-ലേറെ തെങ്ങുകളാണ് നശിച്ചത്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി. ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ പുതിയ നാഷണൽ ഹൈവേയുടെ പണി വന്നപ്പോൾ അവിടെ നിന്നുള്ള കൽവെട്ട് അവർ ഇട്ടിട്ട് അടച്ചു കളഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ തൽക്കാലം ഒരു നാളെ തുറക്കാമെന്ന് പറയാലോ. ഇത് 4 മാസമായിട്ട് ഇപ്പോൾ തുറന്നിട്ടില്ല അവർ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 4 മാസമായിട്ട് ഇതിൽ സ്കൂൾ വണ്ടി പോകുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ, ജോലിക്കാർ പോകുന്നുണ്ട്, എല്ലാവരും ഇതിൽ പോണതാണ്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും ഇത് തുറന്നു തന്നില്ല. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കയ്പമംഗലം.